മിഥുൻ ഷോക്കേറ്റ് മരിച്ച തേവലക്കര സ്കൂളിൽ വൈകാരിക രംഗങ്ങൾ. മിടുക്കനായ വിദ്യാർത്ഥിയുടെ ദാരുണാന്ത്യത്തിൽ സങ്കടമടക്കാനാകാതെ പൊട്ടിക്കരയുകയായിരുന്നു അധ്യാപകർ. സ്കൂളിൽ അധ്യാപകരുടെയും PTA-യുടെയും യോഗത്തിനായി എത്തിയതാണ് എല്ലാവരും. നമ്മുടെയൊക്കെ പ്രതീക്ഷകൾ പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നതെന്ന് നമ്മൾ ഇല്ല എന്ന് പറയുമ്പോൾ സ്കൂളിൽ നിന്നുണ്ടായി ചെയ്യാൻ കഴിയുന്ന വളരെ ദ്രുതഗതിയിൽ അപ്പോൾ കൊണ്ടുപോകുമ്പോഴും പള്ളിയുടെ ഒരു സ്കൂളാണത്. ആ സ്കൂളിലും അവിടെ വളരെ കുറച്ച് കുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളാണ്. ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയാറുള്ളത് ഞങ്ങളുടെ അമ്മമാരാണ് ഞങ്ങളെല്ലാം. ഞങ്ങൾ ആ വികാരത്തോടു കൂടി തന്നെയാണ് ഞങ്ങളെ കുട്ടികളെ കണ്ടിരുന്നത്. ഞങ്ങളെ പേരിനോടൊപ്പം അമ്മയെ എന്ന് ചേർത്ത് എപ്പോഴും ഒരു വിളിക്കാറുമുണ്ടായി. എത്ര നെഞ്ചോട് ചേർത്ത് നിർത്തിയിട്ട് ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ താങ്ങാനാവാത്ത നഷ്ടം തന്നെയാണ്. പൊന്നുമോന്റെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ. കണ്ണൻ നായർ വിവരങ്ങളുമായി ചേരുകയാണ്. കണ്ണൻ, മിഥുന്റെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്ര വികാരഭരിതമായ രംഗങ്ങൾ കണ്ടിരിക്കുന്നു, അതിന് തുടർച്ചയുണ്ടാവുകയാണ്. ഇന്ന് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് കൂടി സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടാവുകയാണ്. വിവിധ വകുപ്പുകളിൽ വീഴ്ച വരുത്തിയ ആളുകളെ അടക്കം പ്രതി ചേർക്കുന്ന നിലപാടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ മിഥുന്റെ പ്രതീക്ഷകൾ തകർത്ത തേവലക്കര സ്കൂളിലാണ് അവന്റെ ഓർമ്മകൾക്ക് മേലുള്ള ഒരു അനുശോചന യോഗം ചേർന്നത്. സത്യത്തിൽ സങ്കടക്കടലായി മാറുകയായിരുന്നു. അധ്യാപകരായാലും മാനേജ്മെന്റ് ഭാരവാഹികളായാലും കണ്ണു നിറഞ്ഞുകൊണ്ട് വിതുമ്പിക്കൊണ്ടാണ് അവന്റെ ഓർമ്മകൾ പങ്കുവച്ചത്. വലിയൊരു സങ്കടക്കടലായി മാറുന്ന ഒരു അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അധ്യാപകരൊക്കെ തന്നെ, ഞാനും ഒരു അമ്മയാണ്, എനിക്കും മക്കളുണ്ട്, ആ മക്കളെ പോലെ തന്നെ കാത്തു സൂക്ഷിച്ച ഒരു കുഞ്ഞാണ്. പലപ്പോഴും തന്നോട് വന്ന് സന്തോഷങ്ങൾ, സൗഹൃദങ്ങൾ, വീട്ടിലെ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്ന ഒരു കുട്ടിയായിരുന്നു. മിടുക്കനായിരുന്ന കുട്ടിയായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുകയായിരുന്നു. മാനേജ്മെന്റ് പോലും പറയുന്നത് ആ ഒരു ദുരന്തം അത് വരുത്തിവെച്ചതാണ്. ആ വരുത്തിവെച്ച ദുരന്തത്തിന് മുന്നിൽ തല താഴ്ത്തുകയാണ്. എന്ത് നൽകിയാലും ഇതിന്റെ ഒരു വിയോഗത്തിന് സമാനമായി അല്ലെങ്കിൽ ആ നഷ്ടത്തിന് നികത്താനാവില്ല. പക്ഷേ ഇപ്പോൾ സംഭവിച്ചു പോയി. അത് സംഭവിച്ചത് ഒരു വലിയ തെറ്റാണ് എന്ന് മാനേജ്മെന്റ് ആ ഒരു കുറ്റഭാരത്തോടെ ഏറ്റെടുക്കുകയാണ്. അങ്ങനെയൊക്കെ വികാരനിർഭരമായിട്ടൊരു അന്തരീക്ഷമാണ് അല്പസമയം മുമ്പ് വരെ കോളേജിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് മാർച്ച് നടത്തുകയാണ്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഇനി പോലീസ് അന്വേഷണത്തിലേക്ക് വരാം. പോലീസ് അന്വേഷണത്തിൽ കൃത്യമായിട്ടുള്ള ഒരു വീഴ്ച വിവിധ വകുപ്പുകൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സ്കൂളിലെ നിലവിലെ മാനേജ്മെന്റ്, 9 വർഷങ്ങൾക്ക് മുമ്പ് സൈക്കിൾ ഷെഡ് സ്ഥാപിച്ച കാലത്തെ മാനേജ്മെന്റ്, ഒപ്പം തന്നെ കെട്ടിടത്തിന് ഫിറ്റ്നസ് നൽകിയ മൈനാഗപ്പള്ളി പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ, KSB ഉദ്യോഗസ്ഥർ, ഇവർക്കൊക്കെ തന്നെ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ ഒരു വീഴ്ച ഇത്തരത്തിൽ ഒരു സൈക്കിൾ ഷെഡ് അവിടെ ഉണ്ടാവുകയും ആ വൈദ്യുതി കമ്പി അത്രയും താഴെ സൈക്കിൾ ഷെഡിനോട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തത്. ആ ഷെഡ് ഉണ്ടായിരുന്നില്ല എങ്കിൽ, അത് മാത്രമല്ല വൈദ്യുതി കമ്പി അല്പം കൂടി ഉയർന്നു നിന്നിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇതിന്റെ മരണം സംഭവിക്കില്ല എന്നുള്ളൊരു വിലയിരുത്തലുള്ളത്. ഒപ്പം തന്നെ ഈ കെട്ടിടങ്ങളുടെ സ്കെച്ചും പ്ലാനും അടക്കമുള്ളവ നൽകണം എന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് വൈകിട്ടോടുകൂടി കോടതിയിൽ സമർപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിശദീകരണം മാനേജ്മെന്റിനോട് തേടിയിരുന്നു. ആ മാനേജ്മെന്റിന്റെ വിശദീകരണം ഇന്ന് വൈകിട്ട് കൊല്ലം ജില്ലാ ഉപവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മാനേജ്മെന്റ് കൈമാറും. ശരി കണ്ണൻ, അധ്യാപകരുടെ ചില പ്രതികരണങ്ങൾ കൂടി കാണാം നമുക്ക്. എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല, എന്നാലും എനിക്ക് ഇത് ഒരിക്കലും സഹിക്കാൻ ഒക്കുന്നില്ല. ഞാൻ ആ കുട്ടിയെ കണ്ടതുപോലുമില്ല. എനിക്ക് അത്രയ്ക്ക് പോലും താങ്ങാൻ ഒക്കത്തില്ലായിരുന്നു. ഞാൻ അതുകൊണ്ട് ആ കുട്ടിയുടെ മുഖം പോലും ഞാൻ കണ്ടില്ല. എനിക്ക് ആ കുഞ്ഞിൻ്റെ മുഖം ചിരിക്കുന്ന മുഖമായിട്ട് മാത്രമേ എനിക്ക് മനസ്സിലുള്ളൂ. അതിൻ്റെ അച്ഛനും അമ്മയ്ക്കും കുടുംബാംഗങ്ങൾക്കും ഒരു ശക്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു സംഭവത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുഞ്ഞിനെ കിടത്തിയിരുന്ന സമയത്ത് പോലും നോക്കാനുള്ള അധികം ശക്തിയില്ല. സ്വന്തം അമ്മയല്ലെങ്കിൽ കൂടിയും അമ്മയെ പോലുള്ള ഒരു ഫീലാണ് നമുക്ക് എല്ലാവർക്കും. എനിക്കവനെ നേരത്തെ അറിയാം, എൻ്റെ കുടുംബത്തെയൊക്കെ അറിയാമെന്ന്. ആ കുഞ്ഞ് കലാമത്സരങ്ങളിലൊക്കെ
ഒരുപാട് സജീവമായിട്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞായിരുന്നു. കുഞ്ഞിവിടെ ഉണ്ട്, ഇതിനകത്തുണ്ട്. ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയാറുള്ളത് ഞങ്ങളുടെ അമ്മമാരാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങൾ ആ വികാരത്തോടു കൂടി തന്നെയാണ് ഞങ്ങളുടെ കുട്ടികളെ കണ്ടിരുന്നത്. ഞങ്ങളുടെ പേരിനോടൊപ്പം അമ്മയെ എന്ന് ചേർത്ത് എപ്പോഴും ഒരു വിളിക്കാറും ഉണ്ടായിരുന്നു. എത്ര നെഞ്ചോട് ചേർത്ത് നിർത്തി